നമസ്കാരം. കെൽ ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരുപാട് കാലമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതാണ്. PM ഇൻറ്റേൺഷിപ്പ് എന്നുള്ള ഒരു ജോബ് അവസരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഞാനത് ക്ലിയർ ആയിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് അവതരിപ്പിക്കണമെന്നും. ഇന്ന് കുറച്ച് ദിവസമായിട്ട് അതിന് പിറകെയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വിശദവിവരങ്ങളെല്ലാം കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഗ്രൂപ്പിലും പിന്നെ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അത്ര ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ മക്കളെല്ലാവരും +2 കഴിഞ്ഞ് ജോലി നിർത്തുന്നവർ, ഡിഗ്രി കഴിഞ്ഞവർ, PG കഴിഞ്ഞവരൊക്കെ പലതരത്തിലെ ക്വാളിഫിക്കേഷനിലെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ പ്രദേശത്ത്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലി തരുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഏരിയയിൽ ഏതൊക്കെ കമ്പനികൾ ഇൻറ്റേൺഷിപ്പിന്, അതായത് പെയ്ഡ് സാലറിയോട് കൂടി ഇൻറ്റേൺഷിപ്പിന് ആർക്കൊക്കെ അവസരമുണ്ട്, ഏതൊക്കെ കമ്പനികൾ നൽകുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സൈറ്റാണ് ഈ ഒരു PM ഇൻറ്റേൺഷിപ്പിൻ്റെ ഈ ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അതിൽ കയറിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നോക്കിയാൽ നിങ്ങൾക്ക് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാനത് നമ്മളെല്ലാ ജോബ് ഒഴിവുകൾ PDF എടുത്തിട്ട് ഇന്ന ഒഴിവുകൾ ഇത്ര എന്ന് പറയില്ല. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് പറഞ്ഞു തരണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ PM ഇൻറ്റേൺഷിപ്പ് എന്നുള്ള വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ ഫസ്റ്റ് കാണും. കാരണം പ്രധാനമന്ത്രി ഇൻറ്റേൺഷിപ്പിൻ്റെ ആ സ്കീമാണിത്. ഏകദേശം ഇപ്പോൾ ഇതിൽ നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിൽ മാത്രമായിരിക്കും, കേരളത്തിൽ മാത്രമായിരിക്കും, ഇന്ത്യയിൽ മാത്രമായിട്ട് 33,211 ജോലി അവസരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ 631 ഒഴിവുകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നത് ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇതിൽ അക്കൗണ്ട് നോക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ജോലി ഒഴിവുകൾ അറിയണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കണ്ടാൽ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ മീൻസ് നിങ്ങളെ ആധാർ കാർഡ്, നിങ്ങളെ ക്വാളിഫിക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഭാഗം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ആർ പോസ്റ്റഡ് റെഗുലർലി, ചെക്ക് അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ കെയർഫുള്ളി, വിസിറ്റ് ഓഫൻ എക്സ്പ്ലോർ ആൻഡ് അപ്ലൈ എന്നുള്ള, അതായത് നിങ്ങൾ കണ്ട വേക്കൻസികളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാം. ഈ സെലക്റ്റഡ് സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, ഏത് സ്റ്റേറ്റിലെ ജോലിയാണ് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നമ്മൾ കേരള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരള കൊടുത്തു. ഇനി എനിക്ക് എൻ്റെ ജില്ല, അതായത് ഏത് ജില്ലയിലാണ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത്, നമുക്ക് കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, എറണാകുളം, ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ കിട്ടും. നമുക്ക് യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റോറിയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെ നിന്നാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എടുക്കുമ്പോൾ ആലപ്പുഴ, എറണാകുളം, നമുക്ക് എറണാകുളം എടുക്കാം. ഓക്കെ, എറണാകുളം ഞാൻ എടുത്തു. ഇനി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് സെക്ടർ ഏതാണ്, ഏത് സെക്ടറിലാണ് നിങ്ങൾക്ക് ജോലി നോക്കുന്നത്. ഇപ്പോൾ ഏവിയേഷൻ, അല്ലെങ്കിൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ, സിമെൻ്റ് ആൻഡ് ബിൽഡിങ്, കെമിക്കൽ ഇൻഡസ്ട്രി, കൺസൾട്ടിങ് സർവീസ്, ഡൈവേഴ്സിഫൈഡ് ആൻഡ് കോൺഗ്ലോമേറ്റേഴ്സ്, FMGC, അതുപോലെ ജെംസ് ആൻഡ് ജ്വല്ലറി, ഹെൽത്ത് കെയർ, ഹൗസ് കീപ്പിംഗ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സെക്ടറുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടർ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമേറ്റീവ് ആയി എടുക്കാം അല്ലേ. എറണാകുളത്തിൽ ഓട്ടോമേറ്റീവ് എടുത്തു ഞാൻ. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് നോ മാച്ചിങ് ഇന്റേൺഷിപ്പ് ആൻഡ് ഫൗണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി എടുത്തു, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് എടുത്തു. ഇനി നമുക്ക് നോക്കാം സെലക്ട്, ഫീൽഡ് അഡ്മിനിസ്ട്രേഷൻ ആണോ, ബിസിനസ് ഡെവലപ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് വേക്കൻസികളാണ്, ഹ്യൂമൻ റിസോഴ്സ് ആണോ, ഫിനാൻസ് ആണോ, ഫിനാൻസ് കൊടുത്തു. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ ആ ഒരു വേക്കൻസികൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒരു സെക്ടർ നോക്കുകയാണ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണാം. ഇനി ഞാൻ നേരത്തെ നോക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി നമുക്ക് നോക്കാം. ഓരോ ജില്ലകളിൽ അതായത് കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് മലപ്പുറം ജില്ലയിൽ നോക്കി വെച്ചിരുന്നു, നമ്മൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. മലപ്പുറം ജില്ലയിൽ നോക്കി. ഇനി സെലക്ട് സെക്ടർ കൊടുത്തു, അഗ്രികൾച്ചർ അലൈഡ് അല്ലെങ്കിൽ ഫിനാൻസ്, ജസ്റ്റ് ഏതിലാണ് വരുന്നത് നമുക്കറിയില്ല. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ, ശ്രീറാം ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനിയിലേക്ക് ഇപ്പോൾ നിലവിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസിലാണ് ഇത് വന്നിട്ടുള്ളത്.
അപ്പോൾ ഒരു വേക്കൻസിയാണ്. വ്യൂ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. വ്യൂ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ജോബിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ നേരത്തെ കണ്ടതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നെറ്റ് സ്ലോ ആയിരിക്കാം, ലോഡിംഗ് ആയി വരുന്നുണ്ട്. യെസ് വന്നു. ഇതാണ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് 9 കാൻഡിഡേറ്റ്സിനെ, അതായത് 9 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. മോഡ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഇൻ പേഴ്സൺ ആണ്. റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. പിന്നെ വരുന്നത് എന്താ പറയുക, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 25 മാർച്ച് 2026 ആണ്. ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് 24 ഏപ്രിലാണ് കേട്ടോ. 9th മന്ത് ഇൻറ്റേൺഷിപ്പാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുക കണ്ടോ. പിന്നെ ആർ യു വാണ്ട് ടു ഷുവർ അപ്ലൈ എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ എനിക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് ഒഴിവാക്കി. നമുക്ക് വേറെ ഒരു ജില്ല കൂടി തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് മാത്രമല്ല കണ്ടത്. പിന്നെ മലപ്പുറം ഒഴിവാക്കി കോഴിക്കോട് കൊടുത്തു. ഇത് കോഴിക്കോട് വന്നിട്ടുണ്ട്. ഒരുപാട് വേക്കൻസികൾ ബാങ്കിങ് ഫിനാൻസ് വന്നപ്പോഴാട്ടോ വന്നത്. ശ്രീറാമിൽ അവിടെ ഒഴിവുണ്ട്. അതുപോലെ ICICI ബാങ്കിൽ സെയിൽസ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജർ വേക്കൻസി വന്ന് കിടക്കുന്നുണ്ട്. മണപ്പുറം ഫിനാൻസിൽ വേക്കൻസി കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പ്ലോർ മോർ ഇൻറ്റേൺഷിപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ടു എക്സ്പ്ലോർ ഇൻറ്റേൺഷിപ്പ് മാച്ചിങ് യുവർ പ്രിഫറൻസ് ക്ലിക്ക് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇത്. ഇൻറ്റേൺഷിപ്പ് ഒരുപാട് വേക്കൻസികൾ വന്നു. അപ്പോൾ തന്നെ ഇന്ത്യൻ ബ്രാഞ്ച് ഓപ്പറേറ്റേഴ്സ് 9th മന്താണ്. ഹൈബ്രിഡ് ആണ് കേട്ടോ. വർക്ക് ഫ്രം ഹോം ആയിട്ടും വീട്ടിൽ നിന്നിട്ടും ചെയ്യാൻ പറ്റിയ വർക്കുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഇത്രയും വേക്കൻസികളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് വരുന്നത് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു PM ഇൻറ്റേൺഷിപ്പ് എന്ന സ്കീമാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഒട്ടാകെ വരുന്ന വേക്കൻസികളായി 33,211 വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ 631 +2 ഉണ്ട് യോഗ്യതയുള്ളവർക്ക്, ITI യോഗ്യതയുള്ളവർക്ക്, അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഒഴിവുകളുണ്ട് ഈ 670. പിന്നെ സ്റ്റൈപ്പൻഡ് ഞാൻ പറഞ്ഞില്ലേ, 9,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിന് ലഭിക്കുക. പ്ലസ് സർക്കാരിൻ്റെ വക നമ്മളിതിൽ ചെയ്യുന്ന സമയത്ത് അതായത് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിങ്ങൾക്ക് 6,000 രൂപ എന്ത് ചെയ്യും സഹായമായിട്ട് ലഭിക്കും. ഇൻറ്റേൺഷിപ്പിന് 9,000 രൂപ മന്ത്ലി നിങ്ങൾക്ക് കിട്ടും. അപേക്ഷകർക്ക് പരിശീലന കാലയളവിൽ ഇൻഷുറൻസും കവറേജും ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങളെ ഇൻറ്റേൺഷിപ്പ് സക്സസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ആ കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ പിന്നെ ഗേൾ ഫ്രണ്ട്സോ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഫാമിലി ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ജോബിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നതാണ്. ഞാനിതിൽ ഒഴിവുകളൊക്കെ ഞാനും എടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. എന്നിരുന്നാലും നിങ്ങൾ കൂടി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വേക്കൻസിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.